ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഓപ്പറേഷൻ സിന്ദൂർ വളരെ ഇഫക്റ്റീവും വളരെ സക്സസ്ഫുള്ളും ആയിരുന്നു എന്നാണ് നമുക്ക് പുറത്തറിയാൻ കഴിയുന്നത്. പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പോലെ നമ്മളുടെ യാതൊരു ഫൈറ്റർ ജെറ്റ്സും അവരടിച്ചിട്ടിട്ടുമില്ല. നമുക്ക് യാതൊരു ഫൈറ്റർ ജെറ്റ്സും നഷ്ടമായിട്ടുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചില വിവരണങ്ങളാണ് നമ്മളെ ഈ ടോപ്പിക്കുമായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. നോ ഫൈറ്റർ ജെറ്റ് ലോസ്റ്റ് എനിമി ഫയർ. ഐ എ എഫ് മാത്രമല്ല, ഇന്ത്യൻ എയർഫോഴ്സ് മാത്രമല്ല, ഇന്ത്യൻ ആർമി അതിനകത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ നേവിയുടെ റോള് കൃത്യമായിട്ട് അതിനകത്തിൽ പറയുന്നില്ല നമുക്കിതുവരെ. ആർമിയും എയർഫോഴ്സുമാണ് അതിനകത്തിൽ പങ്കെടുത്തുന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാലും പ്രത്യേകിച്ച് IAF-ന്റെ ആയിരുന്നു കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ള റോള്. അപ്പോൾ അത് ഓപ്പറേഷൻ സിന്ദൂർ വളരെ മാസീവായിട്ടുള്ള സക്സസ് ആയിരുന്നു ഇന്ത്യൻ മിലിറ്ററി സംബന്ധിച്ച് എന്നുള്ളതാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ റഫേൽ അവർ പറയുന്നത് പോലെ 3 റഫേൽ, നമ്മുടെ മലയാളത്തിൽ തന്നെ ചില ചാനലൊക്കെ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് 3 റഫേൽ, പിന്നെ അത് 5 റഫേലായി, പിന്നെ അത് 7 റഫേലായി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ തെറ്റായ ഇൻഫർമേഷനാണ്. കാരണം പാകിസ്ഥാനെ നമുക്കറിയാം. കാരണം അവർ പഴയ പോർട്ടലൊക്കെ തപ്പിപ്പിടിച്ചിട്ട് ഇറക്കിയിട്ട് അവരുടെ എന്താണ് പറയുന്നത് പ്രൊപ്പഗണ്ട അടിച്ചിറക്കുന്നത് മാത്രമല്ല, അതിൽ യാതൊരു വസ്തുതയില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സും മെയ് 7-ാം തീയതി വെളുപ്പിനെ രാത്രിയിൽ 1:05-നും 1:30-നും ലോക്കൽ ടൈം ഈ ഓപ്പറേഷൻസ് നടത്തിയത്. ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ശരിക്കും പാകിസ്ഥാൻ ഇനി ഒരു തീവ്രവാദ ആക്രമണം ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാക്കരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി പാകിസ്ഥാനെ ഒന്ന് പണിഷ് ചെയ്യുക, അവരെ ഒന്ന് ഒരു പുണിറ്റീവ് ആക്ഷൻ എന്നാണ് പറയുക, പുണിറ്റീവ് റെസ്പോൺസ്, ഒരു പണിഷ്മെൻ്റ് ആയിട്ടുള്ള, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അതിന് ചെയ്യാൻ മുതിരരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധു. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം തീർച്ചയായിട്ടും വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ, ആളപായം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്ട്രോയ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഓപ്പറേഷന് ശേഷം ആംഡ് ഫോഴ്സസ് അവരുടെ പ്രസ് ബ്രീഫിങ്ങിൽ പറഞ്ഞത്, ഈ പറഞ്ഞ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇമേജറിയും ഒക്കെ തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. 9 കൺഫേംഡ് ടാർഗറ്റ്സ് ഉണ്ട്. പിന്നെ മിഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ചും ആംഡ് ഫോഴ്സ് പറഞ്ഞാൽ എയർഫോഴ്സും ആർമിയാണ് അതിൽ പങ്കെടുത്തത്. അവർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ചൊന്നും കള്ളം പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നാഷണൽ ലെവലിൽ ഇതിനൊക്കെ അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കൃത്യമായിട്ട് ആ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട്, വെറും സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം മാസീവ് റിസൗണ്ടിങ് വിക്ടറി എന്നൊക്കെ വേണമെന്നൊക്കെ പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് തീർച്ചയായിട്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇനിയും LOC-ക്കകത്തിൽ അക്രോസ് LOC ഇൻ POJ, അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ജമ്മു കാശ്മീരിൽ, അതുപോലെ തന്നെ പാകിസ്ഥാനകത്തും ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്തും അത് നമ്മൾ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലെ ഏതൊക്കെ ടാർഗറ്റ്സ് ആണ് നമ്മൾ ഈ 9 ടാർഗറ്റ്സ്, 9 കൺഫേം ടാർഗറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 9 കൺഫേം ടാർഗറ്റ്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ പിന്നെ സവായ് നലാ ക്യാമ്പ്, മുസാഫറാബാദ്, ഏതാണ്ട് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 30 കിലോമീറ്റർ അകത്ത്. അത് ലഷ്കർ-ഇ-തൈബയുടെ ട്രെയിനിങ് ക്യാമ്പാണ്. ഓൾസോ റെഫേർഡ് ആസ് ഷവായ് നലാ ക്യാമ്പ് എന്നായിരിക്കും. ഇവിടെ NALA ആണ്, ഇവിടെ NALLA ആണ്. നല്ല അപ്പോൾ ടെററിസ്റ്റിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ക്യാമ്പ്, ലഷ്കർ-ഇ-തൈബയുടെ. അപ്പോൾ അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത ഒരു എന്താണ് പറയുന്നത് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മുസാഫറാബാദിൽ ഏകദേശം ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 30 കിലോമീറ്റർ അകത്ത്. ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും 30 കിലോമീറ്റർ LOC-യിലാണത്. ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് നമ്മൾ ഈ ആക്രമണം നടത്തിയത്, അറ്റാക്ക് നടത്തിയത്. ലഷ്കർ-ഇ-തൈബയുടെ ട്രെയിനിങ് ക്യാമ്പാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ബിലാൽ ക്യാമ്പ്, അതും മുസാഫറാബാദിലാണ്. അത് ജെയ്ഷ്-ഇ-മുഹമ്മദിൻ്റെയാണ്. ഈ 2 പ്രധാനപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പാണല്ലോ ഇപ്പോൾ പാകിസ്ഥാനിൽ ആക്റ്റീവായിട്ട് നമുക്കെതിരെ ഉള്ളതാണല്ലോ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംസ്, അമ്യുനേഷൻ, ട്രെയിനിങ് ഇതൊക്കെ തീവ്രവാദികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേജിങ് ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ജെയ്ഷ്-ഇ-മുഹമ്മദിൻ്റെ. അപ്പം ഈ ലഷ്കർ-ഇ-തൈബയുടെയും അതുപോലെ തന്നെ ജെയ്ഷ്-ഇ-മുഹമ്മദിൻ്റെയും ക്യാമ്പുകൾ മുസാഫറാബാദിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഭരണകൂടത്തിന്, നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് എല്ലാം കൃത്യമായി ഇതുണ്ടായിരുന്നു
എവിടൊക്കെയാണ് കൃത്യമായിട്ടുള്ള സ്പോട്ടുകൾ നമുക്കറിയാമായിരുന്നു എന്നുള്ള വളരെ നമുക്ക് എന്താണ് പറയുന്നത് ഒരു സർപ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് അറിയാതിരിക്കാൻ സാധ്യതയില്ല ഒരിക്കലും. കാരണം നമ്മുടെ എനിമീസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ആർമി, മിലിറ്ററി ഇൻ്റലിജൻസ്, ആർമി എന്നല്ല മിലിറ്ററിക്കും നമ്മുടെ ഇൻ്റലിജൻസിനൊക്കെ ഉണ്ട്. പിന്നെ അതിനെ ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും പൊളിറ്റിക്കൽ വില്ലിൻ്റെയും ഒക്കെ ഭാഗമാണ് അപ്പോഴാണ്. പിന്നെ മൂന്നാമത്തെ ഗുൽപൂർ ക്യാമ്പ് കോട്ട്ലി, അതും ഏകദേശം ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ്. അതും ലഷ്കർ ഇ തയ്യബയുടെ ഒരു ടെററിസ്റ്റ് ഫെസിലിറ്റിയാണ്. ട്രെയിനിങ്ങിനും ഇൻഫിൽട്രേഷനും ഒക്കെ, നുഴഞ്ഞു കയറാനൊക്കെ പഠിപ്പിക്കുന്ന, അതുപോലെ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടത്തുന്ന ഒരു ഫെസിലിറ്റിയാണ് ഗുൽപൂർ ക്യാമ്പ് എന്നുള്ളത്. അപ്പോൾ അത് ക്രോസ് ബോർഡർ ഓപ്പറേഷൻ, അതായത് തീവ്രവാദികൾ അതിർത്തി കടന്നുള്ള പരിപാടികൾക്ക് വേണ്ടിയാണ് ഉള്ള ട്രെയിനിങ്ങും അതിനെക്കുറിച്ചൊക്കെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പാണ് ഗുൽപൂർ ക്യാമ്പ് കോട്ട്ലി. അത് 30 കിലോമീറ്റർ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന്. ഈ പറഞ്ഞ സവായി നല ക്യാമ്പ് 30 കിലോമീറ്റർ ലൈൻ ഓഫ് LOCയിൽ നിന്ന് 30 കിലോമീറ്ററാണ്. പിന്നെ നാലാമത്തെ തന്നെ ബെർണാല ക്യാമ്പ് ബീംബർ, അത് 9 കിലോമീറ്റർ ലൈൻ ഓഫ് കൺട്രോൾ 9 കിലോമീറ്റർ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എനിക്കൊന്ന് ഡ്രോണോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും ആർമി ആയിരിക്കും അതൊക്കെ ഈ പറഞ്ഞ ഓപ്പറേഷനൊക്കെ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ജംഗിൾ സർവൈവൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന, അതിൽ ആംസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി, ഒരു മിലിറ്റൻ ക്യാമ്പാണ് ഈ പറഞ്ഞ ബർണാല ക്യാമ്പ് എന്നുള്ളത്. അവിടെ ഒന്നുകിൽ എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ ഒരു ആംഡ് ഡ്രോണോ ആയിരിക്കും ഇത് അറ്റാക്ക് നടത്താൻ വേണ്ടി ഉപയോഗിച്ചതാണ് പറയുന്നത്. ഡ്രോൺ പോസിബിളി ഹെറോൺ എന്ന് പറഞ്ഞ ഡ്രോൺ ആയിരിക്കാം. ഡ്രോപ്പിംഗ് ടംബ്ലിംഗ് ഫ്രീ ഫോൾ ബോംബ്, അതെന്നാൽ ഗൈഡഡ് ബോംബ് ആയിരിക്കത്തില്ല, ഫ്രീ ഫോൾ ബോംബാണ് അവിടെ ഉപയോഗിച്ചത്. കാരണം വളരെ ദൂരക്കുറവാണ്, 9 കിലോമീറ്റർ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആശ്വാസം തരുന്ന കാര്യമുണ്ട്. പിന്നെ അബ്ബാസ് ക്യാമ്പ് കോട്ട്ലി വേറെ ഉണ്ടായിരുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞത് ഗുൽപൂർ ക്യാമ്പ് കോട്ട്ലി. ഇത് അബ്ബാസ് ക്യാമ്പ് ഏകദേശം 13 കിലോമീറ്റർ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന്. അതും ലഷ്കർ ഇ തയ്യബയുടെ ബേസാണ്. ലഷ്കർ ഇ തയ്യബയുടെ ടെററിസ്റ്റിനെ അല്ലെങ്കിൽ തീവ്രവാദികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ഇവിടെ അറ്റാക്കിന് വേണ്ടി ഉപയോഗിച്ചത് സ്റ്റാൻഡ് ഓഫ് PGM എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പോസിബിളി വിത്ത് എ ക്ലസ്റ്റർ വാർഹെഡ്. അറ്റാക്ക് വാസ് ഫിലിംഡ് ബൈ എ ഡ്രോൺ. അത് ഡ്രോണ് ആ അറ്റാക്ക് ഫിലിം ചെയ്ത്, അതായത് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഫൂട്ടേജ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. ഒന്നുകിൽ എയർക്രാഫ്റ്റിൽ നിന്ന് തന്നെ ഉള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഡ്രോൺസുകൾ എടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ടാർഗറ്റ്സ് സ്ട്രക്ക് അക്രോസ് ഇന്റർനാഷണൽ ബോർഡർ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ നമ്മൾ അറ്റാക്ക് ചെയ്തില്ല, പഞ്ചാബിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. മർക്കാസ്, സുബാനുള്ള, ബഹാവൽപൂർ, പഞ്ചാബ്, പാകിസ്ഥാൻ. ഇതാണ് നമ്മുടെ ഏറ്റവും വളരെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി അല്ലെങ്കിൽ പ്രഹരം എന്ന് പറഞ്ഞതാണ്. കാരണം അവൻ്റെ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ അവരുടെ നേർവ് സെൻ്റർ ആണല്ലോ, അവരുടെ ഭരണ സ്ഥിരാകേന്ദ്രമാണല്ലോ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സിംബോളിക്കായിട്ടുള്ള മെസ്സേജാണ് നമുക്കെന്ന് പറഞ്ഞത്. ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ്. മനസ്സിലായല്ലോ. നിയർ ദ സാംബ സെക്ടർ ഇൻ ജമ്മു ആൻഡ് കാശ്മീരിലെ സാംബ സെക്ടറിന് അടുത്ത് 100 കിലോമീറ്റർ ഇന്റർനാഷണൽ ബോർഡറിൽ നിന്നും ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെയാണ് നമ്മൾ വെച്ച് താങ്ങിയത്. ഒബ്ജക്റ്റീവ് കൺട്രോൾ ഇമേജ് റിലീസ്ഡ്. ലോങ് റേഞ്ച് PGM സ്കാൽപ്പ് മിസൈൽസ്, ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ഹിറ്റാണിത്. വളരെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള 100 കിലോമീറ്റർ അകലെ എന്നൊക്കെ പറഞ്ഞാൽ മോശം കാര്യമൊന്നുമില്ല. പാകിസ്ഥാനകത്ത് നമ്മൾ പോയി ഈ പറഞ്ഞൊരു ഓപ്പറേഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ അവരുടെ എയർ സ്പേസിലേക്ക് നമ്മൾ പോകാതെ തന്നെ നമ്മളുടെ എയറിലോ ലാൻഡിലോ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. അതും പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണസ്ഥിര കേന്ദ്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഏത് ടാർഗറ്റും അവരുടെ ഏത് ഇൻസ്റ്റലേഷനും നമുക്ക് വളരെ നിസ്സാരമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ അത് ശരിക്കും പറഞ്ഞാൽ
അൺസെറ്റിൽ ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവരെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ വിറച്ചു ശരിക്കും പറഞ്ഞാൽ. പിന്നെയും പാകിസ്ഥാൻ പഞ്ചാബിലെ അടുത്ത ടാർഗറ്റാണ് മർക്കാസ് തൈബ മൊർഡിക്ക് എന്ന് പറഞ്ഞത്. മൊർഡിക്ക് എന്നായിരിക്കും മൊറീഡ് എന്താണെന്ന് അറിയാം, കറക്റ്റ് അതിൻ്റെ സ്പെല്ലിംഗ് അറിയത്തില്ല. മർക്കാസ് തൈബ മൊറീദ്. അത് ഏകദേശം 18 മുതൽ 25 കിലോമീറ്റർ ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന്. അത് സാംബ സെക്ടറിന് എതിരായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ലഷ്കർ ഇ തൈബയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. മറ്റത് ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെ ഇച്ചിരി ദൂരത്തിലാണ്, അകത്തോട്ടാണ്. മസ്ജിദ് വ മർക്കാസ് തൈബ എന്നാണ് അറിയപ്പെടുന്നത്. അത് വളരെയധികം ഐഡിയോളജിക്കൽ ഓപ്പറേഷണൽ സെൻ്ററാണ് അവരെ സംബന്ധിച്ച്, ലഷ്കർ ഇ തൈബയൊക്കെ സംബന്ധിച്ച്. 2008 നമ്മളുടെ മുംബൈ അറ്റാക്കിൽ ഒക്കെ ഈ ഒരു ടെറർ ക്യാമ്പാണ് ശരിക്കും അതിൽ മുഖ്യ പങ്ക് വഹിച്ചെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതും അറ്റാക്കിൻ്റെ അത് ഡ്രോണാണ് ഫിലിം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 4 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. PGM പോസിബിളി ഹമർ കിറ്റഡ് ഗ്ലൈഡ് ബോംബ്സ് ആണ് അതിനകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷനായിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാകിസ്ഥാൻ അവരുടെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞ് ഇന്ത്യയുടെ 4, 5, 6 റഫേൽ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ ന്യൂസ് പിടിച്ച് ഇന്റർനാഷണൽ മീഡിയാസൊക്കെ, അമേരിക്കയിലൊക്കെയുള്ള ഇന്ത്യൻ BBC ഒക്കെ ഇന്റർനാഷണൽ ന്യൂസ് പിടിച്ച് ഈ പറഞ്ഞ പൊട്ടത്തരങ്ങൾ എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർജാൽ ക്യാമ്പ് സിയാൽകോട്ടിൽ, അതും പാകിസ്ഥാൻ ഒക്കുപൈഡ് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. 6 കിലോമീറ്റർ ദൂരെയാണ് ഇന്റർനാഷണൽ ബോർഡറിൽ നിന്നും. അതൊരു ടെററിസ്റ്റ് ഫെസിലിറ്റി ഉണ്ട് അവിടെ. ലഷ്കർ ഇ തൈബ അല്ലെങ്കിൽ HM എന്താണ്, ഏതൊരു ടെറർ ഗ്രൂപ്പിൻ്റെ പേരാണ് HM, യൂസ് ഫോർ ട്രെയിനിങ് ആൻഡ് ലോജിസ്റ്റിക്സ്. ട്രെയിനിങ്ങിനും ലോജിസ്റ്റിക്സിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെറർ ക്യാമ്പാണ് ലഷ്കർ ഇ തൈബയായിട്ട് ബന്ധപ്പെട്ട്. 6 കിലോമീറ്റർ ഉള്ളൂ ഇന്റർനാഷണൽ ബോർഡറിൽ നിന്നും. അപ്പോൾ അതായിരുന്നു മറ്റൊരു ടാർഗറ്റ്. പിന്നെ മെഹ്മൂണ ജോയ ക്യാമ്പ് സിയാൽകോട്ട് പാകിസ്ഥാനിൽ 12 മുതൽ 18 കിലോമീറ്റർ ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന്. സോറി, HM ഹിസ്ബുൾ മുജാഹിദ്. ഓക്കെ, ഹിസ്ബുൾ മുജാഹിദാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഹിസ്ബുൾ മുജാഹിദ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ട്രെയിനിങ് സെൻ്ററായിരുന്നു. അപ്പോൾ ഈ സർജാൽ ക്യാമ്പ് നമ്മൾ സിയാൽകോട്ടിൽ ഒന്നുകിൽ ലഷ്കർ ഇ തൈബയുടെ അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഫെസിലിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ മെഹ്മൂണ ജോയ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുൾ മുജാഹിദിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ്. മെഹ്മൂണ ജോയ എന്നാണ് അറിയപ്പെടുന്നത്. മിലിറ്ററി ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ ജമ്മുവിലൊക്കെ ഉള്ള ഇൻഫിൽട്രേഷൻ, നുഴഞ്ഞുകയറ്റത്തിനൊക്കെ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന അവരുടെ ട്രെയിനിങ് ക്യാമ്പായിരുന്നു ഈ പറഞ്ഞത്. അവിടെ നമ്മൾ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നു. വീഡിയോ ഫുട്ടേജ് ഫ്രം ദ ഓപ്റ്റിക്കൽ സീക്കർ ഓഫ് ദി കമിക്കൈസ് ഡ്രോൺ ദാറ്റ് സ്ട്രക്ക് ദ ടാർഗറ്റ്. ഇവിടെ ഡ്രോൺ അറ്റാക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷണൽ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ബാലക്കോട്ടിൽ നമ്മൾ ഓപ്പറേഷൻ ബൻഡാർ എന്നായിരുന്നു നമ്മൾ അതിനെ വിളിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറാണ്. അന്ന് ബാലക്കോട്ടിൽ നമ്മൾ ഓപ്പറേഷൻ ബന്ദാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ബന്ദാർ 2019 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ അന്ന് എയർഫോഴ്സിനുണ്ടായ ചില മിസ്റ്റെപ്സ്, ചില മിസ്കാൽക്കുലേഷൻസ് ഈ ഓപ്പറേഷൻ സിന്ധുവിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇപ്രാവശ്യം നമുക്ക് ബാലക്കോട്ടിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ഫുട്ടേജ് ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ പലരും ചോദിച്ചത് അങ്ങനെയുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ, സർജിക്കൽ സ്ട്രൈക്കിൻ്റെ വീഡിയോ എവിടെയാണ്, അതിൻ്റെ റെക്കോർഡ് എവിടെയാണ്, തെളിവ് എവിടെയാണെന്നൊക്കെ ഇവിടെ പലരും ചോദിക്കുന്നതുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും ഇപ്രാവശ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കൃത്യമായിട്ടുള്ള വീഡിയോ ഫുട്ടേജും അതിൻ്റെ വീഡിയോ റിലീസൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ, സ്ട്രൈക്ക് വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതിൻ്റെ ക്ലിയർ എവിഡൻസ്, വീഡിയോ സഹിതം ഇമേജ് സഹിതം നമ്മൾ ഇന്ത്യൻ ആംഡ് ഫോഴ്സിന് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ട്. പല സംഭവങ്ങളും അതിനകത്തുള്ള വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നതിൽ വെപ്പൺസ് നമ്മൾ സാധാരണ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്യാസ് അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലേ, വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതുപോലുള്ള വീഡിയോ ഫുട്ടേജ്, വെപ്പൺസ്, ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ടാർഗറ്റ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടായിട്ടുള്ളത് ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഇമേജറി, പിന്നെ ഹിറ്റ് ചെയ്തതിന് മുമ്പും ഹിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇമേജറി എല്ലാം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്.
ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ജോയിൻ്റ്ലി ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്ത ഓപ്പറേഷൻ സിന്ദൂർ. നേവി ഇതിനകത്തിൽ പങ്കെടുത്തില്ല. നേവിക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തിൽ. അപ്പം അവർ ജോയിൻ്റായിട്ട് വിഷ്വൽ എവിഡൻസ് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ നമ്മളെ ധരിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാന ദൗത്യങ്ങളുണ്ടല്ലോ. 9 ഏകദേശം 7 സക്സസ്ഫുൾ സ്ട്രൈക്ക് ആയിരുന്നു എന്ന് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 9 ടാർഗറ്റിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്തതിൽ 7 ടാർഗറ്റും നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാനിലെ നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ നമ്മൾക്ക് നമ്മുടെ എയർക്രാഫ്റ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ആംഡ് ഫോഴ്സിനോ ഫിസിക്കലായിട്ടോ ഒന്നും അവരുടെ ഏരിയയിലേക്ക് നമുക്ക് പോകാതെ തന്നെ ഡീപ്പ് ഇൻസൈഡ് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കയറി 100 കിലോമീറ്റർ ഏറ്റവും വലിയ സ്ട്രൈക്ക് അതായിരുന്നല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഏതാണത്? 100 കിലോമീറ്റർ മർക്കാസ് സുബാനുള്ള ബഹാവൽപൂർ പഞ്ചാബ്, പാകിസ്ഥാൻ്റെ പഞ്ചാബിൽ ഏതാണ്ട് ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരമായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ഈ സ്ട്രൈക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്ക് അതായിരുന്നു, അല്ലെങ്കിൽ അറ്റാക്ക് അതായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പറേഷണൽ സക്സസ് ആണ്. ഇതെല്ലാം പാകിസ്ഥാൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കോർഡിനേഷനും എല്ലാം ഒത്തൊരുമിച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. അത് IAFൻ്റെയും ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ ഇന്ത്യൻ ആർമിയുടെയും വളരെ കൃത്യമായിട്ടുള്ള വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഓപ്പറേഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. വളരെ പ്രിസൈസ് ആയിരുന്നു, വളരെ എഫക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഇതൊരു ടാക്ടിക്കൽ സക്സസ് ആയിട്ട് നമുക്ക് പറയാൻ തീർക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിനെ ഒരു സ്ട്രാറ്റജിക് സക്സസ് ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ഇതുപോലുള്ള പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ടെറർ ഹബ്സ് അല്ലെങ്കിൽ ടെറർ ഫെസിലിറ്റീസിനെ പൂർണ്ണമായിട്ട് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാൻ കഴിയുകയും പാകിസ്ഥാൻ ഇനി ഒരിക്കൽ പോലും ഇന്ത്യക്കെതിരെ ഇതുപോലുള്ള ടെറർ ആക്ടിവിറ്റീസ് നടത്തരുത് എന്നുള്ളൊരവസ്ഥയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിക്കുക. അവരെ അങ്ങനെ പിന്നെ കാരണം ഇതാരാണ് ചെയ്യുന്നത്? അവരുടെ മിലിറ്ററി ISIയും തമ്മിലുള്ള ബ്രൂട്ടൽ അല്ലെങ്കിൽ ആ ഒരു വിക്കറ്റ് കോമ്പിനേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവരങ്ങനെ ഒരു ദൗത്യത്തിന് മുതിരരുത് ഇനി ഒരിക്കലും എന്നുള്ളത് പാകിസ്ഥാൻ ഒരു ഒരു ഫൈനൽ ഒരു ലെസൺ അവസാനമായിട്ട് പാകിസ്ഥാൻ ഒരു പാഠം ആയിരിക്കട്ടെ ഇതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തിലൂടെയാണ് ഇന്ത്യ ഈ ഫസ്റ്റ് ഫേസ് നമ്മൾ നടത്തിയത്. അതൊരു പുണിറ്റീവ് അല്ലെങ്കിൽ പണിഷ്മെന്റ് മെഷർ മാത്രമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള എസ്കലേഷൻ ഇങ്ങോട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ എയർ സ്പേസിലേക്ക് നമ്മൾ ചെന്നിട്ടില്ല, ഇന്റർനാഷണൽ ബോർഡർ നമ്മൾ കടന്നിട്ടില്ല, നമ്മളുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ എയറിൽ നിന്നുള്ളതാണ് നമ്മൾ. പിന്നെ അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനും അല്ലെങ്കിൽ മിലിറ്ററി അസിസ്റ്റൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തില്ല, സിവിലിയൻ പോപ്പുലേഷൻ ടാർഗറ്റ് ചെയ്തില്ല. കൃത്യമായിട്ട് മിലിറ്റന്റ് ഫെസിലിറ്റിയെ മാത്രം, ടെറർ ക്യാമ്പിനെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. പാകിസ്ഥാനെ തിരിച്ച് ഒരിക്കലും ഒരു ഇതിലും ഉള്ള ജസ്റ്റിഫിക്കേഷൻ ഇല്ല. കാരണം ലോകം പറഞ്ഞു പാകിസ്ഥാന്റെ ഉള്ളിൽ ടെറർ ക്യാമ്പ്സ് ഉണ്ട്, ടെറർ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് ലോകത്തിന് ഇപ്പോൾ കൃത്യമായിട്ട് ബോധ്യമായി. ഇപ്പം നമ്മൾ ഉപയോഗിച്ച വെപ്പൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് പിന്നെ പ്രിസിഷൻ ഗൈഡഡ് മുനീഷൻസ് PGMs നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചത്. വളരെ ഫോക്കസ്ഡ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള മിസൈൽ സ്ട്രൈക്സ് ആയിരുന്നു. പല മീഡിയ റിപ്പോർട്ട്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സ് സ്കാൽപ്പ്, സ്റ്റെൽത്ത്, ക്രൂസ് മിസൈലും അതുപോലെ തന്നെ ഹാമർ തന്നെ ബൂസ്റ്റ് ആൻഡ് ഗ്ലൈഡ് കിറ്റ്സ് ഘടിപ്പിച്ചിട്ടുള്ള ബോംബ്സുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റഫേൽ ഫൈറ്റർ ജെറ്റ്സിൽ നിന്നാണ് നമ്മൾ ഈ മിഷൻ എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കാൽപ്പ് മിസൈലിന് ഏകദേശം 300 കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മാക്സിമം അടിച്ച് 100 കിലോമീറ്റർ അതിൽ ഇനി വേണം 100 കിലോമീറ്ററൂടെ 200 കിലോമീറ്ററൂടെ അപ്പുറത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കും ഈ സെയിം സ്കാൽപ്പ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ളത്. കാരണം അതിന് 300 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബഹാവൽപൂരിൽ ഏറ്റവും ദൂരെയുള്ള ടാർഗറ്റ് അതായിരുന്നു. അപ്പോൾ അതിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി, സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്കാൽപ്പ് മിസൈലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സ്കാൽപ്പ് മിസൈലിന്റെ ഹൈ ആക്യുറസി, എഫക്റ്റീവ്നെസ് ഒക്കെ നമ്മൾ ഇമേജസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പാകിസ്ഥാനെ ഒരു റാറ്റ്ലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവരെ
കിടുകിട വിറപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. കൂടുതൽ ഇനിയും അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എസ്കലേഷൻ കണ്ടുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി പ്രഹരം അവർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ ഓപ്ഷനും അത് തന്നെയാണ്. തൽക്കാലം നമ്മൾ ഇതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റിട്ടാലിയേഷൻ ഉണ്ടാകുകയാണെങ്കിൽ, പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ ഇതിൻ്റെ 10 മടങ്ങ് പ്രഹരശേഷിയിൽ നമ്മൾ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പാകിസ്ഥാൻ നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ ടെറർ ക്യാമ്പ് മാത്രമായിരിക്കത്തില്ല, അവരുടെ മിലിറ്ററി ISI കോംപ്ലക്സിലൊക്കെ തന്നെ ആയിരിക്കും. അത് യാതൊരു സംശയം. ഇപ്പോൾ പലതരത്തിലുള്ള ഡൈവേഴ്സ് അറേ ഓഫ് വെപ്പൺസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അൺഗൈഡഡ് ബോംബ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഒരു എയർക്രാഫ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഹെറോൺ ആംഡ് ഡ്രോണിൽ നിന്നോ ഒക്കെ. എന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് പോയി വീഴുക എന്നുള്ള. ബാക്കി ഗൈഡഡ് മിസൈൽ അല്ലെങ്കിൽ ഗൈഡഡ് ബോംബ്സ് ഒക്കെ ഉണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺസ് ആണ് നമ്മളിതിനെ ഉപയോഗിച്ചിട്ടെന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഉദാഹരണത്തിന് കമിക്കൈസ് ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മൾട്ടി വെപ്പൺ, അതായത് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളും പല വെപ്പൺ കോർഡിനേഷനാണ് ഈ ഓപ്പറേഷൻ ഉപയോഗിച്ചത്. ഒരേ തരത്തിലുള്ള വെപ്പൺ, ഒരേ തരത്തിലുള്ള പ്ലാറ്റ്ഫോം മാത്രമല്ല ഉപയോഗിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പാകിസ്ഥാന് പറഞ്ഞ് ഇന്ത്യയുടെ 5 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റ്സിനെ അടിച്ചിട്ടെന്ന് പറഞ്ഞു. എന്തൊരു എളുപ്പമാണല്ലേ പറയാനൊക്കെ. നമ്മൾ ആരാ പറഞ്ഞത്? പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററാണ് കൗജ മുഹമ്മദ് അസീഫ്. മെയ് 7-ാം തീയതി രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റ്സ് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് ഒരു സപ്പോർട്ടിങ് എവിഡൻസും ഇല്ല. കുറേ ഇപ്പം ബ്ലൂംബർഗ്, റോയിട്ടേഴ്സ്, BBC ഇതുപോലുള്ള ഇന്റർനാഷണൽ മീഡിയ, ഇതൊക്കെ സാധാരണ ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന ഇന്റർനാഷണൽ മീഡിയസാണ്. ന്യൂയോർക്ക് ടൈംസ്, അവരൊക്കെ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അവരവരുടെ പത്രങ്ങളിൽ എഴുതി പിടിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഭയങ്കര നഷ്ടമാണ്. ഈ പാകിസ്ഥാനുള്ളിൽ പോയി സ്ട്രൈക്ക് നടത്തിയെങ്കിൽ തന്നെ ഇന്ത്യക്ക് ഭയങ്കര നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവർ എഴുതാൻ തുടങ്ങി. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ഒക്കെ വെരിഫൈ ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ്. അതായത് വളരെ പാകിസ്ഥാൻ നമുക്കറിയാം ISIയും അല്ലെങ്കിൽ അവരുടെ പബ്ലിക് റിലേഷൻസ് ഒക്കെ എന്തെല്ലാം കള്ളങ്ങളാണ് ഓരോ ദിവസവും പടച്ചു വിടുന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്കുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതിനെ പെടുത്താൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള ഇതുവരെ യാതൊരു ഡിക്ലറേഷനും വന്നിട്ടില്ല ഇന്ത്യക്ക് ഇതുപോലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരിക്കലും ഗവൺമെൻറ് അത് മൂടി വെക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ഓപ്പറേഷനിൽ നമുക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ് അത് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള സംവിധാനത്തിൽ, ഇപ്പോൾ അമേരിക്കയിലായാലും അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തായാലും ശരി, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമാണത്. അപ്പോൾ ഇന്ത്യക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് നമ്മുടെ രാജ്യത്തെ ധരിപ്പിക്കും എന്നുള്ളത് യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിലെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ഒരിടത്തൊന്നും. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പിന്നെ ഇവിടെ കുറേ ഈ പറഞ്ഞ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഇതുപോലുള്ള ഈ പറഞ്ഞ റിപ്പോർട്ടിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻ്റ് അവരുടെ യൂട്യൂബിൽ കൂടെ കുറേ ഈ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. അത് ശരിയല്ല എന്നുള്ള കാര്യം നമുക്കിതിരെ ഉള്ള റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് വെസ്റ്റേൺ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്ലൂംബർഗ്, റോയിട്ടേഴ്സ്, BBC, ന്യൂയോർക്ക് ടൈംസ്, അവരെല്ലാം ഇതിനെ ഏറ്റുപിടിച്ച് ഇത് തന്നെയാണ് അവർ ന്യൂസായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കറക്റ്റ് അല്ല. പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ PIB ഫാക്ട് ചെക്ക് ഹാൻഡിൽ, അതായത് ട്വിറ്ററിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്, അതിനെ ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഈ പറഞ്ഞ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടില്ല. പണ്ടെന്തോ നടന്ന ഏതൊക്കെയോ ഫോട്ടോകളും അല്ലെങ്കിൽ വീഡിയോ ഫുട്ടേജും ഒക്കെ ഇമേജും ഒക്കെ എടുത്തിട്ടാണ് പാകിസ്ഥാൻ ഈ പറഞ്ഞ പരിപാടികൾ നടത്തുന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഫാക്ട് ചെക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ റോയിട്ടേഴ്സ് ഒരു എയർക്രാഫ്റ്റ് ക്രാഷിൻ്റെ ഇമേജ് കാണിച്ചുകൊണ്ട്, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോപ്പ് ടാങ്ക് എന്ന് പറയുന്നൊരു സംവിധാനം ഈ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റിനൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയിട്ടേഴ്സ് കാണിച്ചിട്ട് ഇന്ത്യൻ റഫേലാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റിനെ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പത്രമാധ്യമങ്ങൾ അവരതിനെക്കുറിച്ച് എഴുതാനോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനോ തുടങ്ങുന്നത്. അപ്പോൾ ലൈൻ ഓഫ് കൺട്രോളിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബോർഡിനൊക്കെ അടുത്ത് തന്നെ ഏകദേശം ഈ പറഞ്ഞ ടാർഗറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ എളുപ്പമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞൊരു മിഷനാണ്. അപ്പോൾ അത് ഒന്നുകിൽ അറ്റാക്ക് അല്ലെങ്കിൽ കമിക്കസെ ഡ്രോൺസ്, നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ്, ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ അറ്റാക്ക് നടത്തിയത്. റഫേൽ ജെറ്റ്സ് ഈ ബഹവൽപൂർ, അതായത് നമ്മുടെ ഏറ്റവും ദൂരത്തെ ടാർഗറ്റ് ആയിട്ടുള്ള ഈ ജെയ്ഷി മുഹമ്മദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ അടിക്കാൻ വേണ്ടി റഫേൽ ജെറ്റ്സ് ആണ് ഉപയോഗിച്ചത്. അത് ഈ സ്കാൽ ക്രൂസ് മിസൈൽസ് ആണ്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങളില്ല. കാരണം ഇതൊന്നും ഗവൺമെന്റ് ഇതിനെ എന്താണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വിവരങ്ങൾ, എക്സ്പ്ലനേഷനോടൊന്നും വന്നിട്ടില്ല. അതൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അറ്റാക്ക് നടന്നിട്ടുണ്ട്, അത് കൃത്യമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എന്താ ഡിക്ലറേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഏത് തരത്തിലുള്ള
പ്ലാറ്റ്ഫോംസാണ് നമ്മൾ ഉപയോഗിച്ചത്, ഏത് തരത്തിലുള്ള വെപ്പൺസാണ് നമ്മൾ ഉപയോഗിച്ചത്, ഏതൊക്കെയാ ഇപ്പം ആർമിയും എയർഫോഴ്സും മാത്രമാണോ, നേവി ഉണ്ടോ എന്നുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതുവരെ അങ്ങനെയുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചു. അതൊക്കെ പിന്നീട് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പേലോഡ്സ് എന്താണ് പറയുന്നത്, ഈ പേലോഡ്സ് എന്നാൽ പോർമുനകൾ എന്ന് പറയുന്ന ബോംബ്സ് അല്ലെങ്കിൽ മിസൈലൊക്കെ തന്നെ ഏകദേശം ബോർഡറിൽ നിന്ന് 25 മുതൽ 150 കിലോമീറ്ററിന് ഇങ്ങനെ നമ്മുടെ അകത്തു നിന്ന് നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഈ പറഞ്ഞ ടാർഗറ്റിൽ എഫക്റ്റീവായിട്ട് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യേണ്ട, എയർ സ്പേസ് ക്രോസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ള കാര്യം ഈ ഒരു മിഷനിൽ നമുക്ക് മനസ്സിലാക്കി. കാരണം നമ്മളുടെ എന്താണ് ബോർഡറിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ അറ്റാക്കുകളെല്ലാം തന്നെ നടത്തുക. മനസ്സിലായില്ലോ. ഇനിയിപ്പോൾ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നുള്ള വാദഗതി ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ബോംബിങ്ങിന് പോകുന്ന ഫൈറ്റർ ഒറ്റയ്ക്കായിരിക്കത്തില്ല പോകുന്നത്. അതൊരു കോമ്പാറ്റ് എയർ പെട്രോൾ എന്ന് പറഞ്ഞ CAP എന്ന് പറഞ്ഞൊരു സാധനം കാണും. എന്നുവെച്ചാൽ ഇതിന് പ്രൊട്ടക്ഷനായിട്ട് പോകുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ലോകത്തെല്ലായിടും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ ബോംബിടാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇസ്രായേൽ സിറിയയിൽ ബോംബിടാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ റഷ്യ യുക്രൈനിൽ ബോംബിടാൻ പോകുമ്പോഴും, തിരിച്ച് യുക്രൈൻ റഷ്യയിൽ ബോംബിടാൻ പോകുകയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഫൈറ്റേഴ്സ് ബോംബിങ് മിഷന് വേണ്ടി പോകുന്ന ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ ബോംബേഴ്സ്, അപ്പം അതിന് പിന്നെ എസ്കോട്ടായിട്ട് ഒരു കോമ്പാറ്റ് എയർ പെട്രോൾ ഉണ്ടായിരിക്കും. അത് ഇത്ര നിശ്ചിത എണ്ണത്തിലുള്ള ഈ പറഞ്ഞ എയർക്രാഫ്റ്റുകളിൽ നിന്ന് സപ്പോർട്ടീവായിട്ട് പോകും. അപ്പം അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബോംബ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പിന്നെ ഫൈറ്റേഴ്സിനോ അല്ലെങ്കിൽ ബോംബേഴ്സിനോ ഏതെങ്കിലും തരത്തിലുള്ള എനിമിയുടെ ഭാഗത്തുനിന്ന് അറ്റാക്കുകളോ മിസൈലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടോ എന്നുള്ളതിനെ നിരീക്ഷിക്കാനോ ഉണ്ടെങ്കിൽ അതിനെ നേരിടാനൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കോമ്പാറ്റ് എയർ പെട്രോൾ എല്ലാം ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനമുള്ളതായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ എയർഫോഴ്സിൻ്റെ പിന്നെ ഫൈറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഇങ്ങോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ വിരട്ടി ഓടിക്കാൻ തരത്തിൽ കപ്പാസിറ്റിയുള്ള സംവിധാനങ്ങളുള്ള കോമ്പാറ്റ് എയർ പെട്രോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്കാൽപ്പ് മിസൈലുകളും അതുപോലെ തന്നെ ഹാമർ മുനീഷൻസും ഒക്കെ തന്നെ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, അതിനുള്ള സാധ്യത ഉണ്ടാകാം. അപ്പോൾ ആ ഒരു സംശയത്തിൽ ചിലപ്പം ഈ പറഞ്ഞ ഐഡന്റിഫൈഡ് മിസൈൽ ഏതെങ്കിലുമൊക്കെ മിസൈലിനെ അവർ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ നമ്മൾ തൊടുത്തുവിട്ട മിസൈലിനെ അവർ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ജെറ്റ്സിനെയാണ് അടിച്ചതെന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് പാകിസ്ഥാൻ ഇതൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിനതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പാകിസ്ഥാന്റെ വാദഗതിക്ക് യാതൊരു സബ്സ്റ്റാൻഷിയേറ്റഡ് ആയിട്ടുള്ള എവിഡൻസും ഇല്ല, അല്ലെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള ക്ലെയിമും അല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ വളരെ ശക്തമായിട്ടുള്ള പ്രഹരം ഉണ്ടാക്കി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റിട്ടാലിയേഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങളെ കാരണം എല്ലായിടും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചും പഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായി. അപ്പം തീർച്ചയായിട്ടും ജനങ്ങളെല്ലാം വളരെ ആശങ്കാഭരിതരായി നിൽക്കുന്നതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന് ജനങ്ങളുടെ ആഗ്രഹവും ആവശ്യമായിരുന്നു. അപ്പോൾ അവരെ നിരാശപ്പെടുത്തുവാൻ ഒരു രാജ്യത്തെയും ഗവൺമെന്റുകൾ തയ്യാറാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഇങ്ങനെ ഇന്ത്യ ശക്തമായിട്ടൊരു സ്ട്രൈക്ക് നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ മിലിറ്ററിക്കും ഗവൺമെന്റിനും അവിടുത്തെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ളൊരു തിരിച്ചടി ഇന്ത്യയുടെ മേൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അവർ ബാലക്കോട്ടിന് ശേഷം ഓപ്പറേഷൻ സ്വിഫ്റ്റ് റിട്ടേൺ എന്നും പറഞ്ഞുള്ളൊരു മിലിറ്ററി മിഷൻ വരെ ഏർപ്പെട്ടിരുന്നു 2019. അപ്പോൾ ഇനി പാകിസ്ഥാന്റെ റെസ്പോൺസ് എന്താകും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇന്ത്യയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പം ഈ പ്രാവശ്യം ഇന്ത്യ ബാലക്കോട്ടിനെ അപേക്ഷിച്ച് വെൽ പ്രിപ്പയർഡ് ആണ്, ഫാർ ബെറ്റർ പ്രിപ്പയർഡ് ആണെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അന്ന് എന്തൊക്കെ പിശകുകൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കട്ടിംഗ് എഡ്ജ് ഫൈറ്റേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ നമ്മുടെക്കെതിരെ ഒരു അറ്റാക്ക് നടത്തുക എന്നുള്ളത്
വളരെ റിമോട്ടാണ്. കാരണം അതിനവർ മുതിർന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി, റീറ്റാലിയേഷൻ, ഓപ്പറേഷൻ സിന്ദൂർ 2 വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരിക്കുന്ന പാകിസ്ഥാൻ എന്നുള്ള കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയുടെ തന്ത്രം അതാണ്. ഒന്ന്, പ്രൊവോക്ക് ചെയ്ത് വെക്കുക. ഇങ്ങോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള 10 മടങ്ങ് പ്രഹരശേഷി അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള ഒരേ ഒരു തന്ത്രമാണ് ഇന്ത്യ ഇപ്പോൾ പ്രാവർത്തികമാക്കി ഏകദേശം ഒന്ന് വിജയിച്ചിരിക്കുന്നത്. വിജയിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ 10, 25, 26 ഇന്നസെന്റ് സിവിലിയൻസിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ LOCയിൽ കനത്ത ഷെല്ലാക്രമണങ്ങൾ 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ സൈനികർ മരിക്കുകയും നമ്മുടെ ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും റിപ്പോർട്ട് കൃത്യമായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പം സക്സസ് എന്ന് പറയുമ്പോൾ തന്നെയും നമുക്ക് നഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ നഷ്ടങ്ങൾ ഇതുപോലെ നമുക്ക് രാജ്യം നേരിടുന്നൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു എമർജൻസിയിൽ തീർച്ചയായിട്ടും നമ്മളുടെ അൾട്ടിമേറ്റ് വിക്ടറി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സക്സസ് ആണ് നമുക്ക് പ്രധാനം. നമ്മുടെ ലക്ഷ്യം കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചോ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇനി ഒരിക്കലും ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ ലഷ്കർ ഇ തൈബ, ജെയ്ഷ് ഇ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഇവരെ ഉപയോഗിച്ച് ഇന്ത്യൻ മണ്ണിൽ ഒരിക്കലും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പാകിസ്ഥാൻ ഒരിക്കലും മുതിരരുത് എന്ന പരുവത്തിൽ നമ്മൾ സ്ട്രോങ് വാണിംഗ് അരുത്, ഒരു സ്ട്രോങ് മെസ്സേജാണ് നമുക്ക് ഈ അറ്റാക്കിൽ കൂടെ നമുക്ക് പാകിസ്ഥാൻ കൊടുക്കാൻ സാധിക്കുന്നത്. കാരണം പാകിസ്ഥാനിൽ എവിടെ തീവ്രവാദ ക്യാമ്പുകൾ കൊണ്ട് അവർ സ്ഥാപിച്ചാലും ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രെങ്തിൻ്റെ പരിധിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും അതെന്നുള്ളതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ നമ്മൾ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാൻ അത് മനസ്സിലായി കൃത്യമായിട്ട്. കാരണം പഞ്ചാബിൽ, അവരുടെ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള പഞ്ചാബിൽ 2 കൃത്യമായിട്ടുള്ള, വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള എന്താണ് പറയുന്നത്, ആ ഒരു സ്ട്രൈക്കിൽ കൂടെ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യയോട് ഇനിയും കളിക്കുന്നത് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് തൽക്കാലം നമുക്ക് പറയാനുള്ളത്. അപ്പം ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് അനുസരിച്ച് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ, ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് താങ്ക് യു ഫോർ ഓൾ.